ഈ പുതിയ വർഷത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ അടുത്ത സന്ദേശം എന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന വർഷമാണ് 2026. അതിൻ്റെ തുടക്കം ഈ ജനുവരിയിൽ ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ അത് വാഗ്ദത്ത നിവർത്തിയുടെ മുന്നോടിയായിട്ടുള്ള ദൈവശബ്ദമാണ്. ദൈവശബ്ദം സ്വീകരിച്ച് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളിൽ ദൈവം അത് നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിവർത്തിച്ചു തരും. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അനന്തര യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവം സന്ദർശിച്ചു, നിവർത്തിച്ചു കൊടുത്തു. ഇത് ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന ജനുവരിയാണ്. ദൈവം അത് നിവർത്തിക്കാൻ പോവുകയാണ്. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ജനുവരി ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒരു പ്രാവചനിക സന്ദേശമായിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ കഴിഞ്ഞ കാലങ്ങളിൽ കിടക്കുന്ന, ഇനി അത് സാറായുടെ അനുഭവം വെച്ചാണെങ്കിൽ ദീർഘവർഷങ്ങളായി പിന്നിൽ പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കാനുള്ള സമയമാണ്. അത് നിവർത്തിച്ചു കൊടുക്കാൻ പോകുകയാണ്, നിവർത്തിച്ചു തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം സാറായി ഒരുക്കപ്പെട്ട കാര്യം നമ്മൾ എഴുതുന്നു, വായിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അപ്പൊ സാറ എന്ത് ചെയ്തു? വിശ്വസ്തനെന്ന് എണ്ണുകയാണ്. അതുകൊണ്ട് അവൾ ശക്തിപ്പെട്ടു. ആമേൻ. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ശക്തി പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണണം. പിറുപിറുപ്പ് കളയണം, പരാതി പറച്ചിൽ കളയണം, സംശയങ്ങൾ മാറ്റണം. വിശ്വസ്തനാണ് ദൈവം. ചോദ്യങ്ങൾ ഒത്തിരി വരുമ്പോഴും എനിക്കൊരു മറുപടിയേ ഉള്ളൂ. ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം കാര്യം സാധിപ്പിക്കും. ദൈവത്തിൻ്റെ കയ്യിൽ എൻ്റെ മറുപടി ഇരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ സേഫാണ്. ദൈവം എന്നെ കൈവിടുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. അതുപോലെ ശാരീരികമായ പ്രശ്നങ്ങളിൽ ദൈവം ശക്തി കൊടുക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കുവാൻ നിങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസ്തനെന്ന്, ദൈവം വിശ്വസ്തനെന്ന് നിങ്ങൾ പറയുക. ദൈവം വിശ്വസ്തൻ. ആമേൻ. ഇത് കേൾക്കുന്ന ചില രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. നിങ്ങൾ പറ, എൻ്റെ ദൈവം വിശ്വസ്തൻ, സൗഖ്യമാക്കാൻ ദൈവം ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെ പറഞ്ഞു 10 പ്രാവശ്യമെങ്കിലും ഇത് പറയുമ്പോഴേക്കും നിങ്ങളുടെ അകത്ത് വിശ്വാസം വ്യാപരിക്കും. ആ വിശ്വാസം വ്യാപരിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനുള്ള ശക്തി പ്രാപിക്കും. സാറ വിശ്വസ്തനെന്ന് എണ്ണിയപ്പോൾ പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. അതിനുള്ളൊരു ശക്തി ദൈവം തരും, സൗഖ്യമാകാനുള്ള ശക്തി. ഹല്ലേലൂയ. നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ സൗഖ്യമാകും. ഹല്ലേലൂയ. ദൈവം നിവർത്തിച്ചു കൊടുക്കുന്നതിന്റെ ഒരു കാര്യം കേട്ടോ. വാഗ്ദത്തം നിവർത്തിച്ചു കൊടുക്കുന്നത് ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നവർക്കാണ്. ഇനി അബ്രഹാമിനെ നിങ്ങൾ നോക്കൂ. റോമാലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം, അബ്രഹാം ആ സമയത്ത് എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അപ്പൊ അബ്രഹാം ചെയ്തത് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. സാറ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി. അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വസ്തനെന്ന് എണ്ണുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, 2026 ആദ്യത്തെ ഈ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ സ്തോത്രം പറയാൻ തുടങ്ങ്. വാഗ്ദത്തങ്ങളെ നോക്കി സ്തോത്രം പറയാൻ തുടങ്ങ്. നടന്നില്ലല്ലോ, നടക്കുവോ ഇല്ലയോ എന്നല്ല പറയുന്നത്, നടക്കും. അതിനുവേണ്ടി സ്തോത്രം പറയണം. നിങ്ങൾ ആമേൻ പറയാൻ തുടങ്ങിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കാൻ പോകുക. സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചു തരാൻ പോകുക. വാഗ്ദത്തങ്ങളെ അവൻ നിവർത്തിച്ചു തരുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സംശയങ്ങൾ ദൈവം മാറ്റുക, നിങ്ങൾ മാറ്റുക, അവിശ്വാസങ്ങൾ മാറ്റുക. അവൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ നിറവേറ്റാൻ ശക്തനാണ്. വാഗ്ദത്തങ്ങൾക്ക് വലിയ പരിശോധനകൾ കടന്നു വരും. ഇസ്ഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ പരിശോധന ആരംഭിച്ചു. ദൈവം പരിശോധിച്ചു. പക്ഷേ അവൻ വാഗ്ദത്തം, പരിശോധിക്കപ്പെട്ട വാഗ്ദത്തം തിരികെ പ്രാപിച്ചതായിട്ട് നമ്മൾ ആ എബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ ഈ 18-19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. വിശ്വസ്തനെന്നെണ്ണി ദൈവം ഉയർപ്പിക്കാൻ ശക്തനെന്നെണ്ണി. ഹല്ലേലൂയ. ശക്തനെന്ന് എണ്ണുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ശോധന വരുമ്പോഴെല്ലാം ദൈവത്തിന്
ദൈവം ശക്തനാ, ദൈവം വിശ്വസ്തനാ എന്ന് പറയാൻ നമ്മുടെ നാവിന് കഴിഞ്ഞാൽ നമ്മൾ തിരികെ പ്രാപിക്കും. നഷ്ടമായി പോയി എന്ന് പറയുന്നത്, കൈവശം വന്നതും കയ്യിലിരുന്നതും ദൈവം തന്നതും നഷ്ടമായി പോയല്ലോ, എനിക്കത് നിർത്താൻ കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്നതിനെ തിരികെ പ്രാപിക്കും. ഹല്ലേലൂയ. തിരികെ പ്രാപിക്കുമ്പോൾ തന്നെ പുതിയൊരു വാഗ്ദത്തോടു കൂടിയാണ് ഇസ്ഹാക്കിനെ രണ്ടാമത് മോറിയ മലയിൽ വെച്ച് അബ്രഹാം തിരികെ പ്രാപിക്കുന്നത്. മരിച്ചവർ എഴുന്നേറ്റവരെ പോലെ തിരികെ പ്രാപിക്കും. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നീ സകല ജാതികൾക്കും പിതാവായി മാറും. സകല ജാതികൾക്കും, നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ സംവത്സരം വിശാലമാക്കി ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ പരിശോധിക്കുമ്പോൾ അതിനകത്തും അതിൽ എന്താ പറയുന്നത്, ദൈവം അബ്രഹാം എങ്ങനെ എണ്ണിയത്? ഉയർപ്പിക്കാൻ ദൈവം ശക്തനെന്ന് എണ്ണി. എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയാലും അതിനകത്തും ജീവിപ്പിക്കാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. ഉള്ളതും പോയല്ലോ പ്രാർത്ഥിച്ചിട്ട് പോയിക്കുന്നവരുണ്ട്. എൻ്റെ ദൈവം അതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ ശക്തനാണെന്ന് പറയണം. ഹല്ലേലൂയ. ഉപവസിച്ചിട്ട് എന്തായി, പ്രാർത്ഥിച്ചിട്ട് എന്തായി, കാത്തിരുന്നിട്ട് എന്തായി, നഷ്ടമല്ലേ, ജീവിതത്തിൽ മുഴുവൻ നഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്തും ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ടെന്ന് ശക്തനെന്ന് എണ്ണുകയാണ്. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം വിശ്വസ്തൻ, ദൈവശക്തൻ, ഉയർപ്പിക്കാൻ ദൈവശക്തൻ. അങ്ങനെ പറഞ്ഞു വാഗ്ദത്തം നൽകും, വാഗ്ദത്തങ്ങളെ തിരികെ പ്രാപിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കർത്താവേ, 2026 അവിടുന്ന് നിവർത്തിച്ചു കൊടുക്കാൻ പോകുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ചു കൊടുക്കും, അത് വിശ്വസിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മക്കളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകട്ടെ, നിന്ദകളും പരിഹാസങ്ങളും മാറിപ്പോകട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വസ്തനെ എണ്ണുവാൻ സഹായിക്കണം, ശക്തനെ എണ്ണുവാൻ സഹായിക്കണം, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ സഹായിക്കണം, ഉറയ്ക്കുവാൻ ഇടയാകണം. തിരികെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കട്ടെ. കർത്താവിന് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിക്കട്ടെ. ഒരു വാഗ്ദത്തം പോലും നഷ്ടമാകരുത്. നഷ്ടമായി പോയല്ലോ എന്ന് പറയുന്നത് ദൈവം തിരികെ പ്രാപിക്കാനുള്ള ദൈവം ശക്തനാണെന്ന് എണ്ണിയാൽ മതി, തിരികെ കൊണ്ടുവരും. ഈ സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗാഡ് ബ്ലെസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.